അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് സൺഡേ സ്കൂളിൻ്റെയും യൂത്തിൻ്റെയും മീറ്റിങ്ങിനോടനുബന്ധിച്ച് ഇവിടെ എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രിയ ദേവദാസൻ, ചെയർമാൻ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയുടെ വിഷയത്തിനായി 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 9, 10, 16. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഇങ്ങനെ ദൈവത്തിന്റെ നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ നിങ്ങളോട് പറയുവാനായി ഉദ്ദേശിക്കുന്നത് അൺകണ്ടീഷണൽ ലവ് ഓഫ് ഗോഡ് എന്നുള്ള ഒരു വിഷയമാണ്. അൺകണ്ടീഷണൽ ലവ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഓരോ നിബന്ധനകളും ഇല്ലാതെ സ്നേഹിക്കുന്ന ഒരു കർത്താവായ യേശുക്രിസ്തുവിനെയാണ് ഇന്നിവിടെ ഞാൻ പറയാനായി ഉദ്ദേശിക്കുന്നത്. ആദിമ മാതാപിതാക്കളായ ആദാമും ഹവ്വായും ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തപ്പോൾ അവർ ദൈവതേജസ് നഷ്ടപ്പെട്ട് ഭയപ്പെട്ട് ഓടിയൊളിപ്പാൻ ഇടയായി. അപ്പോൾ കർത്താവായ യഹോവ അവിടെ അവരെ അന്വേഷിച്ചു വരുന്ന ഒരു രംഗം നമുക്ക് കാണുകയാണ്. അവിടെ കർത്താവ് ചോദിക്കുകയാണ്, നീ എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ കാണാം കർത്താവിന്റെ ആ ഹൃദയത്തിലെ സ്നേഹം, മനുഷ്യനോടുള്ള കർത്താവിന്റെ ആ ഹൃദയത്തിലെ വലിയ സ്നേഹത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അവരെ കർത്താവ് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോഴും കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അവിടെ നിന്നു പോയില്ല. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാൽവരി ക്രൂശിന്മേലാണ്. അവന്റെ അഗാധമായ സ്നേഹത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അതിന് പിന്നിലുള്ള അവന്റെ ഓരോ മൂവ്മെന്റും അവന് മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. വലിയ പാരമ്പര്യ മഹിമകൾ ഉള്ളത് കൊണ്ടോ ഒരു ബെന്തക്കോസ് ഭവനത്തിൽ ജനിച്ചത് കൊണ്ടോ അല്ല കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. അവന് നമ്മുടെ ആത്മാവിന്റെ രക്ഷ വളരെ വലുതാണ്. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. ഹല്ലേലൂയ. ഒരു ഹസ്ബൻഡ് വൈഫിനോടുള്ള ഒരു സ്നേഹവും ഒരു മാതാവിന് മക്കളോടുള്ള ഒരു സ്നേഹവും അതെല്ലാം ഒരു ശവകുടീരം വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ നിത്യതയോളം സ്നേഹിക്കുന്ന ഒരേ ഒരുവൻ മാത്രം ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ. മാത്യു ചാപ്റ്റർ 26 നമുക്ക് കാണുവാൻ കഴിയുന്നത് മഹാപുരോഹിതന്മാരോട് ചേർന്ന് ജൂഡ കർത്താവിനെ ഒറ്റിക്കൊടുപ്പാനായി അവിടെ വന്നപ്പോൾ ആ കർത്താവ്, ഞാൻ ആ അധ്യായം വായിച്ചപ്പോൾ വളരെയധികം എന്നെ ഒരു വേർഡ് അവിടെ സ്പർശിച്ചു. കർത്താവ് ജൂഡയെ ചോദിക്കുകയാണ്, സ്നേഹിത. ഹല്ലേലൂയ. കർത്താവിന്റെ ആ വലിയ ഹൃദയത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. കർത്താവിനെ ഒറ്റിക്കൊടുക്കുമെന്ന് കർത്താവ് അറിഞ്ഞപ്പോഴും കർത്താവ് ജൂഡയെ സ്നേഹിച്ചു. പീറ്റർ തള്ളി പറയുമെന്ന് അറിഞ്ഞപ്പോഴും പീറ്ററിനെ കർത്താവ് സ്നേഹിച്ചു. ഹല്ലേലൂയ. ആമേൻ. 6 months ബാക്ക് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, അമേരിക്കയിൽ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയ ചാർലി കിർക്ക് എന്ന് പറയുന്ന വ്യക്തി അമേരിക്കയിലെ യൂത്തിന്റെ ഇടയിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ വിളിച്ചോതിയ വ്യക്തിയാണ്. എന്നാൽ ആ വ്യക്തി ഗൺഷൂട്ട് ആയപ്പോൾ ആ കൊലപാതകയോട് ആ ചാർലി കിർക്കിന്റെ വൈഫ് എന്തുവാണ് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞതെന്നറിയാമോ? ഞാൻ ആ മനുഷ്യനോട് ക്ഷമിച്ചു എന്നാണ്. പ്രിയ ദൈവമക്കളെ, നമുക്ക് അവിടെ കാണേണ്ട ഒരു വലിയൊരു ഹൃദയത്തെയാണ്. ആ സ്ത്രീയുടെ ഹൃദയം എന്ത് വലുതാണ്. അവരോട് പറഞ്ഞതാണ്, എനിക്ക് ക്രിസ്തുവിൽ കൂടി അവനോട് ക്ഷമിക്കുവാൻ കഴിയും. അതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അതുപോലെ ലൂക്ക് ചാപ്റ്റർ 15 നമുക്ക് കാണുവാൻ കഴിയും. ഈ പാപത്തിൻ്റെതായ എല്ലാ സമ്പത്തും ദൂർത്തടിച്ച ഒരു നഷ്ടപ്പെട്ട ഒരു മകൻ അവൻ തിരിഞ്ഞു വരുമ്പോൾ 2 കൈയും നീട്ടി നിൽക്കുന്ന ഒരു പിതാവിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ആ പിതാവിന്റെ സ്നേഹം എത്ര വലുതാണ്. എത്ര പാപം നിറഞ്ഞ അവസ്ഥയിലും ആ മകനെ മാർബോട് അണപ്പാൻ ആ പിതാവ് അവിടെ ഒരുക്കമായിരുന്നു. ഇതുപോലാണ് നമ്മുടെ കർത്താവ്. അവനെ നീ എത്ര പാപത്തിന്റെ അവസ്ഥയിലായിരുന്നാലും നിന്റെ ഹൃദയത്തിന്റെ വാതിലൊന്ന് തുറന്നു കൊടുത്താൽ മാത്രം മതി. കർത്താവ് എത്ര സമയം വേണേലും നിനക്ക് വേണ്ടി വെയിറ്റ് നിൽപ്പാൻ അവൻ തയ്യാറാണ്. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നുണ്ട്, എത്ര ദൂരം നിന്നെ വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഹല്ലേലൂയ. എത്ര ദൂരം നീ വിട്ടുപോയാലും അത്രയും നേരം നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കർത്താവായ യേശുക്രിസ്തുവാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആ വലിയ കർത്താവിന്റെ സ്നേഹത്തെ അറിയുവാൻ നമ്മൾ അറിയുമ്പോൾ ആ കർത്താവിന്റെ സ്നേഹത്തെ മറ്റുള്ളവരോട് വിളിച്ചോതുവാൻ നമുക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്.
ഒരു സമയത്ത് ഞാൻ എന്നെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു. കർത്താവെ, നീ എന്നെ സ്നേഹിക്കുമ്പോഴും എനിക്ക് എന്റെ സ്നേഹം മറ്റുള്ളവരോട് എനിക്ക് പ്രദർശിക്കാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് എങ്ങനെ ഇത് സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒരു വർഷം ബാക്ക് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏർലി മോർണിംഗ് 6 o'clock ആയപ്പോൾ എൻ്റെ റൈറ്റ് ഇയറിൽ എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ച ഒരു വേർഡാണ് അഗാപ്പെ. അഗാപ്പെ എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം. കർത്താവ് നമ്മളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് റോമർ ചാപ്റ്റർ 8:35 പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ ആർക്ക് കഴിയും? കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്തുമായാലും ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ ഒന്നിനും സാധ്യമല്ല. ഹല്ലേലൂയ. നമ്മുടെ എല്ലാം ലക്ഷ്യമെന്ന് പറയുന്നത് ആ നിത്യതയാണ്. ആ നിത്യതയെ നഷ്ടമാക്കി നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചതുകൊണ്ട് യാതൊരു ഫലവുമില്ല. ഹല്ലേലൂയ. ആ നിത്യതയെ നമുക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കണം. ആ കർത്താവിന്റെ സ്നേഹം നമ്മളിൽ വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയം തുറക്കപ്പെടുവാൻ ഇടയാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ താണിരിക്കുന്നു.